സാർ, നമ്മുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ കേരളത്തിൽ മത സാമുദായിക വർഗീയ ധ്രുവീകരണം വളരെ ശക്തമായിരുന്നു. ഞാൻ ഇന്നാര് എന്ന് പറയുന്നില്ല, ഏതാണ്ട് എല്ലാ സമുദായങ്ങളിലെയും മതങ്ങളിലെയും ആൾക്കാരെന്ന് പറഞ്ഞാൽ സാധാരണക്കാരല്ല, അതിൻ്റെ നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർ, നേതൃസ്ഥാനം അലങ്കരിക്കുന്നവർ വളരെ ശക്തമായ ആവശ്യങ്ങളുമൊക്കെയായി രംഗത്ത് വന്നു. ചിലരൊക്കെ ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഓരോ സംഭവങ്ങളും ഞാൻ ചൂണ്ടിക്കാട്ടി പറയുന്നില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ചിലരുടെ ശബ്ദമില്ല, ചിലർ മൗനം പാലിക്കുകയാണ്. അവർക്ക് വായിൽ നാക്കുണ്ടോ എന്ന് തപ്പി നോക്കേണ്ട അവസ്ഥയാണ്. എന്നാൽ മറ്റ് ചിലരാകട്ടെ മേയർ ഇന്നയാളാകണം, പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നയാളാകണം, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്നയാളാകണം എന്നൊക്കെ അവകാശവാദങ്ങളുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. എന്താണ് സാർ ഈ വാസ്തവത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഈ തരത്തിൽ മത സാമുദായിക വർഗീയ ശക്തികൾ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? എൻ്റെ നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ജനങ്ങൾ സെക്കുലാർ മനസ്സോടുകൂടി തന്നെ വോട്ട് ചെയ്തതാണ്. ജനങ്ങൾ കണ്ടത് വികസനമാണ്. അതുകൊണ്ട് അവരുടെ സമാധാനവും സ്വൈരജീവിതവുമാണ് അവർ കണ്ടത്. ഒരു ഉദാഹരണത്തിന് BJP ഈ തെരഞ്ഞെടുപ്പിൽ സ്വീകരിച്ച സമീപനം വികസനമായിരുന്നു. രാജീവ് ചന്ദ്രശേഖരൻ കൈക്കൊണ്ട നല്ല ഒരു തീരുമാനമാണ്, വികസനമായിരുന്നു. അവർ ഈ സ്വർണ്ണപ്പാലയുടെ പുറകെ പോയില്ല. പണ്ട് യുവതി പ്രവേശനത്തിന് വേണ്ടി അവർ പോയി 2019 അവർക്കൊരു പ്രയോജനം കിട്ടില്ല, UDFനാണ് പ്രയോജനം കിട്ടിയത്. അപ്പം ശരിക്കും പറഞ്ഞാൽ BJP ഒരു മതാധിഷ്ഠിത പാർട്ടിയായിട്ട് മാറ്റിയത് BJPയുടെ ഇവിടുത്തെ നേതൃത്വമാണ്. അവർ അമ്പലത്തിൽ ഉത്സവം നടത്താൻ പോവും, പിന്നെ കൊടിമരം എടുക്കാൻ പോവും, തേര് തലയിലെടുക്കാൻ പോവും. ഇതൊന്നും അവർ ഭക്തന്മാരെന്നുള്ള നില ചെയ്തോട്ടെന്ന്. ഞാൻ എൻ്റെ അമ്പലത്തിൽ പോയി തൊഴുന്നതിന് BJPക്കാരൻ്റെ സഹായം വേണം. ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ കാര്യമാണ്. എൻ്റെ മതവിശ്വാസത്തിനെ രാഷ്ട്രീയ വിശ്വാസത്തിൽ നിന്ന് മാറ്റി നിർത്താൻ BJPയുടെ നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പാണ് രാജീവ് ചന്ദ്രശേഖരൻ എടുത്തത്. അതുകൊണ്ടാണ് എനിക്ക് രാജീവ് ചന്ദ്രശേഖരനോട് ബഹുമാനം. അദ്ദേഹം ജയിക്കോ തോക്കോ അല്ലെങ്കിൽ ഈ അത് ഏറ്റെടുത്തിരിക്കുന്ന ദൗത്യം വിജയിപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം BJPയുടെ സ്ട്രക്ചർ എനിക്കറിയാവുന്നതാണ് ഞാനത് പറയുന്നത്. പക്ഷേ വിഷയം വികസനത്തിലേക്ക് മാറ്റാൻ രാജീവ് ചന്ദ്രശേഖരൻ കഴിഞ്ഞു. എന്തായാലും ഈ ശബരിമല സ്വർണ്ണപ്പാളിയെ തൊടാതിരുന്നത് കൃത്യമായിട്ട് കോൺഗ്രസിന് ഗുണം ചെയ്തു. ഇപ്പോൾ കോൺഗ്രസിന് ഗുണം ചെയ്തതിനകത്ത് ആ ഒരു പാട്ട് പോറ്റിയേ കേറ്റിയേ സ്വർണ്ണം ചെമ്പായി മാറ്റിയേ എന്നുള്ള പാട്ട് കേട്ടില്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അത് വളരെ ഫലപ്രദമായിട്ട് UDF ഉപയോഗിച്ചു. അത് ഉപയോഗിച്ചോട്ടെ. ഇത് BJP ഉപയോഗിക്കാൻ പോയാൽ വീണ്ടും BJP ഒരു മതാധിഷ്ഠിത പാർട്ടിയായിട്ട് മാറും, മുദ്രകുത്തപ്പെടും. അവരതിന് പകരം മാന്യമായിട്ട് ചെയ്തെന്താണ് വികസന രാഷ്ട്രീയം. ഈ തിരുവനന്തപുരത്ത് ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചു. ഈ 50 സീറ്റ് കിട്ടിയത് വികസനം പറഞ്ഞുകൊണ്ടാണ്. സ്വർണ്ണപ്പാലയുടെ പുറകെ പോയായിരുന്നെങ്കിൽ ഇപ്പോൾ ശബരിനാഥ് മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തേനെ. അതല്ല, അവരാ നല്ല തീരുമാനം തന്നെയാണ് അവരെടുത്തത്. ഓക്കെ, ആ കാര്യം. പിന്നെ ഈ മതാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഇവിടെ ശബരിമല ആഗോള അയ്യപ്പ സംഗമം നടന്നു. അവിടുന്ന് സുകുമാരൻ നായരുടെ ഒരു പ്രതിനിധിയെ അവിടെ അയച്ചു. പോപ്പ് എല്ലായിടത്തും പോകത്തില്ല, പോപ്പ് ദിവ്യനാണ്. അപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് തന്നെ അദ്ദേഹം അവിടെ പോയി മുഖ്യമന്ത്രിയുടെ കാറിൽ കയറി. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. അപ്പം ഞാൻ വളരെ ലളിതമായൊരു ചോദ്യം ചോദിക്കാം. ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ നിരീക്ഷകൻ്റെ ഒരു ചാനലിൽ വരുന്ന ഒരാളാണ്. അദ്ദേഹം പറയുന്നത് കേട്ടു, ഈ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റതിൻ്റെ കാരണം വെള്ളാപ്പള്ളി നടേശനാണ്. അപ്പം ഞാൻ അതിനൊരു തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. 2019 LDF തോറ്റില്ലേ? വെള്ളാപ്പള്ളി നടേശനാണെന്ന കാരണം അല്ല? ആര്യ എന്നാലും ചോദിക്കട്ടെ. ഞാൻ ആര്യോട് ചോദിക്കുമ്പോൾ പുതിയ ആലോചിക്കാൻ ഞാൻ ചോദിക്കാം. 2024 LDF തോറ്റു, ഭയങ്കര തോൽവിയായിരുന്നു. അതിനും വെള്ളാപ്പള്ളി നടേശനല്ലല്ലോ. ഇവിടെ ഒക്കെ വോട്ട് നടന്നത് എങ്ങനെയാണ്? ബൂത്തിലല്ലേ? അതേ ബൂത്തിൽ തന്നെയല്ലേ ഇപ്പോഴേ UDF ജയിച്ചത്, അല്ലേ BJP ജയിച്ചത്? അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇവിടെ എന്ത് ചെയ്തു? ഇനി അഥവാ വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വളരെ ലളിതമായ ചോദ്യം ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ കുറച്ചിടത്ത് LDF ജയിച്ചില്ലേ? അതിൻ്റെ ക്രെഡിറ്റും വെള്ളാപ്പള്ളി കൊടുക്കണ്ടേ? വെള്ളാപ്പള്ളിക്ക് തോൽപ്പിക്കാനൊക്കെ ഒന്ന് ജയിപ്പിക്കാനും പറ്റത്തില്ലയോ? പറഞ്ഞു വന്നത് ഇവർ ഈ വെള്ളാപ്പള്ളിയെ പിടിച്ചു. വെള്ളാപ്പള്ളി ചെയ്ത തെറ്റിനൊന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ തെറ്റിനെ അവർ വിമർശിച്ചോട്ടെ, എനിക്ക് അതല്ല വ്യത്യാസം. ഇന്ന് രാവിലെ ഏഷ്യാനെറ്റ് വെച്ചപ്പോൾ കിട്ടിയ വാർത്ത, കൊച്ചിൻ മേയർ ആയിട്ട് ലത്തീൻ സഭയിലുള്ള ഒരാളിനെ വെക്കണമെന്ന് ലത്തീൻ സഭ ആവശ്യപ്പെട്ടിരിക്കുന്നു. ആർക്കും ഒരു അനുഭവം ഇല്ല. വെള്ളാപ്പള്ളി ഒരു ഈഴവനെ വെക്കണമെന്ന് പറയുമ്പോഴത്തേക്ക്, അല്ലെ സുകുമാരൻ നായരെ വെക്കണമെന്ന് പറയുകയില്ല. വെള്ളാപ്പള്ളി ഒരു ഈഴവനെ വെക്കണമെന്ന് പറയുമ്പോൾ
അപ്പോൾ തന്നെ എല്ലാവരും വെള്ളാപ്പളുടെ തോളെ മെക്കെട്ട് വലിയ കയറും. അതെ ലത്തീൻ സഭ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് ആർക്കും ഏതെങ്കിലും ഒരു പിന്നെ സാമൂഹിക നിരീക്ഷകന് അല്ലെങ്കിൽ സാംസ്കാരിക നായകന് രാഷ്ട്രീയക്കാരനെ പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അപ്പോൾ സമുദായ നേതാക്കന്മാരുടെ ഇടപെടൽ കൃത്യമായി ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യം പറയുന്നത്, കേരളത്തിലെ 10-25,000 വാർഡുള്ളതിൽ എനിക്കറിയില്ലല്ലോ. പത്തനംതിട്ട മുനിസിപ്പൽ കോർപ്പറേഷനിലെ 10ാം വാർഡിൽ അവിടുത്തെ BJPക്കാരെ ഒരു സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചു. അദ്ദേഹം ഒരു അഭിഭാഷകനാണ്, ഒരു ഉന്നത സ്ഥാനത്തു നിന്ന് റിട്ടയർ ചെയ്ത ആളാണ്. പേര് ഞാൻ പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടായി പേര് പറയാത്തത്. സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കാനുള്ളൊരു യോഗം വിളിച്ചു കൂട്ടിയപ്പോഴേ ഏകകണ്ഠമായി അവിടെ ഇരുന്ന ആളുകൾ പറഞ്ഞു ഇദ്ദേഹത്തിനെ ഈ ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാക്കണം എന്ന്. സ്ഥാനാർത്ഥിയാക്കണം എന്ന് പറഞ്ഞാൽ ലിസ്റ്റൊക്കെ റെഡി ആയിട്ട് പോയി. അപ്പോൾ വേറെ ഒരാൾ പറഞ്ഞു അതിൽ ഒരാളുടെ പേര് വേണ്ട, ഒരാളുടെ പേരൂടെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആരുടെ ഒരാൾ പേര് പറഞ്ഞു. പക്ഷേ ആളുകൾ ആഗ്രഹിച്ചത് ഇദ്ദേഹത്തിന് സ്ഥാനാർത്ഥി. പക്ഷെ 2 പേരുകൾ പോയി. അതൊരു രണ്ടാമത്തെ പേര് ഒരു ഫോർമാലിറ്റിക്കല്ല, അതായത് സമ്മർദ്ദം ചെലുത്തി വാങ്ങിച്ചതാണ്. ഈ പേരുകൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേ അവിടുത്തെ യൂണിയൻ പ്രസിഡന്റ് ഈ സുകുമാരൻ നായരുടെ ഒരു സിൽബന്ധിയാണ്. സിൽബന്ധി എന്നാൽ അടിമുടി അഴിമതിക്കാരനാണ്. പത്തനംതിട്ട NSS താലൂക്ക് യൂണിയൻ്റെ പ്രസിഡന്റ് അഴിമതിക്കാരനാണ്. അത് ഞാൻ തെളിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്, അല്ലാതെ ഞാൻ തെളിവൊന്നുമില്ല അതല്ല പറയാം. ഞാൻ പേര് പറയാത്ത അദ്ദേഹത്തിൻ്റെ സുഹൃത്തായതുകൊണ്ടാണ്. അങ്ങനെ ഒരു പ്രസിഡൻ്റായിട്ടിരിക്കുന്നതിൽ എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അഴിമതി നടത്തിയെന്നേ ഞാൻ പറഞ്ഞു. ഈ അദ്ദേഹത്തിന് അവിടെ ഈ ജനങ്ങൾ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയോടെ അദ്ദേഹത്തിൻ്റെ എതിരാണ് യൂണിയൻ പ്രസിഡന്റിന്. യൂണിയൻ പ്രസിഡന്റ് ചങ്ങനാശ്ശേരിയിൽ സമ്മർദ്ദം ചെലുത്തി BJP നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തിനെ മാറ്റിയിട്ട് വേറെ ഒരാളിനെ പത്തനംതിട്ട മുനിസിപ്പൽ കോർപ്പറേഷനിലെ 10ാം ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിപ്പിച്ചു. സുഖമായിട്ട് BJP ജയിച്ചു വരേണ്ട ഒരു വാർഡാണത്. 8 നിലയിൽ ആ മനുഷ്യൻ പൊട്ടിപ്പോയി. അപ്പോൾ സുകുമാരൻ നായർ ഇടപെട്ട് ഒരു സ്ഥാനാർത്ഥിയോട് നിർത്തിയപ്പോൾ അതിനെ ജയിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി യൂണിയൻ പ്രസിഡന്റ് സുകുമാരൻ നായരോട് ഏറ്റെടുക്കണ്ടേ? ഇവർ പറഞ്ഞ ജന വോട്ട് ചെയ്യത്തില്ലെന്നേ. അതാണ് ഞാനീ പറഞ്ഞത്. ഇവരാരും ചങ്ങനാശ്ശേരി നഗരസഭയിൽ 8 പേര് ജയിച്ചത് BJPക്കാരാണ്. അതായത് മന്നം സമാധിക്ക് ചുറ്റുമുള്ള പെരുന്നയിലെ മിക്കവാറും എല്ലാ വാർഡുകളിലും ജയിച്ചിരിക്കുന്നത് BJPക്കാരാണ്. എന്തുകൊണ്ടാണ്? വളരെ ലളിതമായിട്ട് എന്നോട് ചോദിച്ചു പറഞ്ഞാൽ ഞാൻ പറയും, അപ്രതിമ പ്രഭവനായ മന്നത്ത് പത്മനാഭൻ്റെ ആത്മാവ് അവിടെ BJPക്കൊപ്പമായിരുന്നു. അഴിമതിക്കാരനായ സുകുമാരൻ നായരുടെ തിരുശരീരം അവിടെ CPM-നൊപ്പമായിരുന്നു. അപ്പോൾ എന്ത് സംഭവിച്ചു? കോൺഗ്രസ് ജയിച്ചു, ജനം എതിരായി വോട്ട് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ആളുകളെ ഇവരെ ശരിക്കും രാഷ്ട്രീയക്കാരെ പഠിക്കേണ്ട ഒരു കാര്യം എത്രയോ കാലമായിട്ട് ഞാൻ ആവർത്തിക്കുന്ന കാര്യം എന്നറിയാം. ഇപ്പം തന്നെ BJPയുടെ ഒരു നേതാവ് അദ്ദേഹം സ്ഥിരമായി ചങ്ങനാശ്ശേരി പോയിരുന്നു സുകുമാരൻ നായരുടെ കാല് തിരുമ്പുക. അദ്ദേഹത്തിൻ്റെ ഒരു വാർഡിൽ പോലും അവിടെ ജയിക്കാൻ പറ്റില്ല. സുകുമാരൻ നായരെ കാണാൻ ഒരുത്തം പോയി എന്ന് പറഞ്ഞാൽ, ഞാൻ നായർ സമുദായത്തിൽപ്പെട്ട ഒരുത്തനാണ്, പിന്നെ ഞാൻ തീരുമാനിക്കും ഇവനെ വോട്ട് ചെയ്യുന്ന പ്രശ്നമില്ല. എന്തിനാണ് സുകുമാരൻ നായരെ കാണാൻ പോയത്? സുകുമാരൻ നായർ ഈ സമുദായത്തിന് ദ്രോഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുത്തനാണ്. സുകുമാരൻ നായർ കന്യാകുമാരിയിലെ സ്ഥലം വിറ്റു. ചേർത്തല NSS കോളേജിൻ്റെ സ്ഥലത്തുണ്ടായിരുന്ന സിലിക്ക മൺ, കോടികൾ വില വരുന്ന സിലിക്ക മണ്ണാണ്, അത് പിന്നെ കടത്തിക്കൊണ്ട് പോയതിന് 8 ലക്ഷം രൂപയോളം അദ്ദേഹത്തിൻ്റെ പേരിൽ പിഴ ചുമർത്തിയിരിക്കുകയാണ് മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ്. NSS ജനറൽ സെക്രട്ടറിക്ക് പിഴ ചുമത്തിയത് NSS ചരിത്രത്തിൽ ആദ്യമാണെന്നേ. അപ്പോൾ ഈ സുകുമാരൻ നായർ പറയുന്ന കേട്ടാണോ നായന്മാർ വോട്ട് ചെയ്യുന്നത്? എന്തിരിയുടെ കാലയെ പിടിക്കാൻ പോകുന്നു? ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ഒരു ബോധ്യം വന്നു. ഞാൻ VD സതീശനെ ബഹുമാനിക്കുന്ന ഒറ്റ കാര്യത്തിലാണ്. അയാൾ സമുദായ നേതാക്കന്മാരുടെ കുറേ പോകത്തില്ല, NSSനെ കാണാൻ പോകത്തില്ല, വെള്ളാപ്പള്ളിയും കാണാൻ പോകത്തില്ല. ഐ റെസ്പെക്ട് ചെയ്യും. വേറെ പല കാര്യത്തിൽ രാഷ്ട്രീയമായി വിയോജിപ്പ് വരാം. പക്ഷേ സമുദായ നേതാക്കന്മാരെ ഇരുത്തേണ്ടിടത്ത് ഇരുത്താൻ VD സതീശൻ എഴുതാം. ഇനി VD സതീശനെ എന്തെല്ലാം മറ്റ് അപാകതകളോ കഴിവുകളോ ഒക്കെ പറഞ്ഞാലും ഇവരുടെ കാലെ പിടിക്കാൻ അവർ പോയിട്ടില്ല. പക്ഷേ CPM-ന് ഇപ്പോൾ പറ്റിയ ഒരു തന്ത്രപരമായ പരാജയം. CPM ഒരു അകലത്തിൽ നിർത്തേണ്ട 2 സംഘടനകളായിരുന്നു NSS, SNDP, സമുദായ സംഘടനകൾ. ഇവിടെ വന്നതെന്ന് വെച്ചാൽ അതിശക്തമായ പോളറൈസേഷൻ ഉണ്ടായി, മുസ്ലിം പോളറൈസേഷൻ. ഒറ്റ മുസ്ലിം വോട്ട് പോലും LDF-ലേക്ക് കിട്ടിയില്ല. വളരെ പ്രകടമാണ്. അവരത് UDF-ന് കൊടുക്കണം തീരുമാനിച്ചു. അവരുടെ വോട്ടിംഗ് ലിസ്റ്റായിരുന്നു അതിൽ മുസ്ലിം കമ്മ്യൂണിറ്റി വോട്ട് ചെയ്യുന്നത് BJPക്ക് എതിരാണ്. അവർ BJPക്ക് എതിരാണ്. അപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ കഴിയുന്ന സ്ഥാനാർത്ഥിക്ക് അവർ വോട്ട് ചെയ്തു. പണ്ട് CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് CPM-നോട് സ്നേഹം കൊണ്ടല്ല, BJPയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാനുള്ള കഴിവ്. ഇപ്പോൾ CPM-ന് ഇപ്പോൾ പറ്റിയൊരു പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചാൽ CPM-ന്റെ ഹിന്ദു വോട്ടങ്ങ് നഷ്ടപ്പെട്ടു പോയി. 2019 നഷ്ടപ്പെട്ട പാഠം പഠിച്ചില്ല. 2024 വന്നപ്പോൾ കൂടുതൽ രൂക്ഷമായി ഭരണവിരുദ്ധ വികാരവുമായി. അപ്പോൾ അതുകൊണ്ട് CPM-ന് നഷ്ടപ്പെട്ട വോട്ട് ജാതിയുടെ പേരിലല്ല, അവരുടെ ഹിന്ദു വിരുദ്ധ നിലപാട് കൊണ്ടാണ് CPM-ന് 2019 പരാജയം ഉണ്ടായത്. അത് കൊച്ചു പരാജയമല്ല. കാരണം CPM വിചാരിച്ചിരുന്ന ഹിന്ദുക്കളെ കണ്ണുമടച്ചെന്നും ഞങ്ങൾ വോട്ട് ചെയ്യുന്ന റോബോട്ടുകളാണെന്ന് വിചാരിച്ചത്. അങ്ങനെ അല്ലെന്ന് അവർ തെളിയിച്ചത് അതാണ്. അപ്പോൾ ആണ് CPM-ന് ഒരു പുനർചിന്തനം വന്നത്.
അങ്ങനെ വന്നപ്പോൾ ഭൂരിപക്ഷ സമുദായത്തെ, അതായത് ഈഴവ കമ്മ്യൂണിറ്റിയുടെ സ്ട്രോങ് സപ്പോർട്ട് ഇല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല. ഇവിടെ മധ്യ തിരുവിതാംകൂറിൽ നിൽക്കാൻ പറ്റില്ല. മലബാറിൽ തീയ സമുദായത്തിൻ്റെ സപ്പോർട്ടുണ്ട്. മലബാറിൽ പിന്നെ തീയരും നമ്പ്യന്മാരും മേനോന്മാരും എല്ലാവരും ഉണ്ട്. CPM വോട്ട് ബേസ് എന്ന് പറഞ്ഞാൽ എല്ലാ മതത്തിലും ജാതിയിലും പെട്ടവരാണ്. പക്ഷേ മെജോറിറ്റിയാണ് ഞാൻ ഈ പറഞ്ഞു വന്നത്. അപ്പോൾ ഇവിടെ പറ്റിയ തെറ്റെന്താണ്? ഈ ഉറച്ച വോട്ടുകൾ എന്ന് പറയുന്നത് പോലെ കുറച്ച് വോട്ടുകളെന്ന്. അപ്പോൾ ആ വോട്ടുകൾ ബാങ്കിലേക്ക് വിള്ളൽ വീണു. മുസ്ലിം സമുദായത്തിൻ്റെ വോട്ടുകൾ ശക്തമായി ധ്രുവീകരിക്കപ്പെട്ടു. അതാണ് ഇവിടെ ഉണ്ടായ അപാകതകളിലൊന്നാണ് ഞാൻ ഈ പറഞ്ഞത്. അല്ലാതെ സാർ, അതിനകത്ത് ഒരു കാര്യം കൂടി പറയണ്ടേ. ഈ ജമാഅത്ത് ഇസ്ലാമി തുടങ്ങിയ സംഘടനകളുടെ ഒരു കാലത്തെ വോട്ടിംഗ് അത് LDFനും CPMനും അനുകൂലമായിരുന്നു. ഇപ്പോൾ അത് ആ ഒരു ബ്ലോക്കിൽ നിന്ന് മാറിയിട്ട് അത് UDFിലേക്ക് പോയിരിക്കുന്നു. അതും ഒരു കാരണമായില്ലേ? തീർച്ചയായിട്ടും. ഈ വെൽഫെയർ പാർട്ടി നല്ല ഡീസൻറ്റ് പാർട്ടിയാണെന്ന് VD സതീശൻ പറയുന്നത്. നല്ല മനുഷ്യരാണെന്നാണ്. ഈ വെൽഫെയർ പാർട്ടിയെ സ്പോൺസർ ചെയ്യുന്ന അവർക്ക് ഊർജ്ജ സ്രോതസ്സായിട്ട് വരുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ്. അവരുടെ പാർട്ടിയായി പിന്നെ NSSന്റെ പാർട്ടി അല്ലായിരുന്നു NDP. അതെ, അതുപോലെ അതല്ലെങ്കിൽ SNDPയുടെ പാർട്ടി അല്ലായിരുന്നു SRP. അതുപോലൊരു സംഭവമാണിത്. അപ്പോൾ അവര് മൗദൂദിയൻ ആശയങ്ങളിൽ നിന്ന്, മൗദി എന്ന് പറയുന്ന വ്യക്തിയല്ല, മൗദൂദി മുന്നോട്ട് വെച്ച ചില ഐഡിയാസ്, ആ ആശയങ്ങളിലെ വളരെ പരമപ്രധാനമായ ഒന്ന്, ദൈവത്തിൻ്റെ രാജ്യം, ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കണമെങ്കിൽ അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ അപ്രായോഗികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്നത് എങ്ങനെ? അതിനാൽ ഈ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്നത് സ്ഥാനത്തിന് വേണ്ടിയുള്ള മോഹമല്ല. പാർലമെൻറ്റിലൂടെ ഒരു രാജ്യത്തെ, ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാമെന്ന പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ പാർലമെൻ്ററി വ്യാമോഹം എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നത് തെറ്റിദ്ധരിക്കപ്പെട്ട് ഒരു പഞ്ചായത്ത് മെമ്പർ ആണെന്ന് പറഞ്ഞാൽ പാർലമെൻ്ററി വ്യാമോഹം അതൊന്നുമല്ല. അത് മാർക്സ് അധികാരം നേടലല്ല, മറിച്ച് അധികാരം ഉപയോഗിച്ച് ഒരു ജനസമൂഹത്തെ പൂർണ്ണമായിട്ടും ഈ ആശയത്തിലേക്ക് കൊണ്ടുവരിക. ഒരു ഷിഫ്റ്റ്, ഒരു ഐഡിയോളജിക്കൽ ഷിഫ്റ്റ്. അതാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഐഡിയോളജിക്കൽ ഷിഫ്റ്റിനാണല്ലോ ശ്രമിച്ചത്. അതവർ പരാജയപ്പെട്ടു പോയി. പക്ഷേ ശ്രമിച്ചത് അതിനാണ്. അതേ ഷിഫ്റ്റിന് തന്നെയാണ് മൗദൂദിയും ശ്രമിക്കുന്നത്. അദ്ദേഹം ഒരു ഇസ്ലാമിക സാമ്രാജ്യം സ്ഥാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇൻഫിഡൽസ് അവരില്ലാതാകണം, എങ്കിലല്ലേ പറ്റുള്ളൂ. ഇൻഫിഡൽസ് എന്ന് പറഞ്ഞാൽ അവിശ്വാസി. എന്തിൻ്റെ അവിശ്വാസി? ഇസ്ലാമിൽ വിശ്വസിക്കാത്തവൻ. അവരെല്ലാവർക്കും ഇൻഫിഡൽസ് ആണ്. അവർക്കെതിരെ നടത്തുന്ന യുദ്ധം വിശുദ്ധ യുദ്ധമാണ്. അതിനാണ് ജിഹാദ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് അവരുടെ ആശയം. ഇനി എന്തെല്ലാം പറഞ്ഞാൽ ഇത് നടക്കുമല്ലോ എന്നൊക്കെ ഉള്ള രണ്ടാമത്തെ കാര്യം. അപ്പം മൗദൂദിയൻ ആശയങ്ങളിൽ നിന്ന് രൂപം കൊണ്ട വെൽഫെയർ പാർട്ടിയെ ഇപ്പോൾ ഒപ്പം നിർത്തിയിരിക്കുകയാണ്. ലീഗിൻ്റെ PMA സലാമും പറയുന്നു വെൽഫെയർ പാർട്ടി ഞങ്ങളിവിടെ വന്നിട്ടുണ്ട്, അഭിമാനത്തോടെ പറയുന്നത്. ലീഗിന് ഏറ്റവും വലിയ അപകടം ചെയ്യാൻ ഈ 2026 ലോകമൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ലോകം ഇനി മുന്നോട്ട് പോവാണ്. ശരിക്കും UDF ചെന്ന് പെട്ടിരിക്കുന്ന ഈ പാടുകുഴിയിൽ നിന്നും 2026 ജയിക്കും. പക്ഷെ കരകയറാൻ UDFന് പ്രയാസം വരും. UDFന് പ്രത്യേകിച്ചും കോൺഗ്രസിനും മുസ്ലിം ലീഗിനും. മുസ്ലിം ലീഗിൽ ഏറ്റവും വലിയ ഗുണം, മുസ്ലിം ലീഗിന് ഒരു സെക്യുലർ സ്വഭാവം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ബാബറി മസ്ജിദ് വിഷയമുണ്ടായി. മലപ്പുറത്ത് വേണമെങ്കിൽ കലാപം ഉണ്ടാകാമായിരുന്നല്ലോ. 1925 കലാപം ഉണ്ടായില്ലേ? എത്ര പേരെ കൊന്നു കളഞ്ഞു? ഒരുപാട് പേരെ കൊന്നു കളഞ്ഞു. അത് പിന്നെ നമ്മുടെ, പക്ഷെ അത് 92 ആവർത്തിച്ചില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ലീഗിൻ്റെ സാന്നിധ്യമാണ്. ലീഗിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അവർ ചെയ്തത് എന്താണ്? ഒരു വലിയ സമൂഹത്തെ രക്ഷപ്പെടുത്തി. അന്ന് വലിയ വെല്ലുവിളികളൊക്കെ ഉണ്ടായിരുന്നു. PDPയും ഈ പറഞ്ഞതുപോലെ അങ്ങനത്തെ ചില ഫ്രിഞ്ച് എലമെൻസ് ഒക്കെ കേരളത്തിലുണ്ടായിരുന്നു, ജമാഅത്ത് ഇസ്ലാമി ഉൾപ്പെടെ. പക്ഷെ അതിനെല്ലാം അതിജീവിക്കാൻ, ആ വെല്ലുവിളികളെ നേരിടാൻ മുസ്ലിം ലീഗിന് അന്ന് കഴിഞ്ഞു. അന്ന് രസമായ കാര്യം, ലീഗിൽ പാണക്കാട് തങ്ങളോടൊപ്പം കഴിഞ്ഞിരുന്ന ആളുകളാണ് ഈ കലാപം ഉണ്ടാക്കാൻ പോയില്ല എന്ന് പറഞ്ഞവർ INL ഉണ്ടാക്കിയത്. ഈ INLനെയാണ് ഇടതുപക്ഷത്തിൻ്റെ അവചയം നോക്കണം. ഈ പിന്നെ ബാബറി മസ്ജിദ് തകർന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ ലീഗ് നേതൃത്വം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോയവനെ കൂടെ മന്ത്രിയാക്കി. അഹമ്മദ് ദേവർ പോലും മന്ത്രിയായില്ലേ? അത് മുസ്ലിം ലീഗ് തന്നെ കാലുവാരിയതിൻ്റെ ഭാഗമാണ്. അവിടുത്തെ സ്ഥാനാർത്ഥി തോറ്റുപോയത്. വനിതയെ അവർക്ക് ഇപ്പോഴും മുസ്ലിം ലീഗിനെ MLA ആയിട്ട് സങ്കല്പിക്കാൻ കഴിയുന്നില്ല, യാഥാസ്ഥിതികർക്ക്. അതൊക്കെ മാറിക്കോളും. എങ്കിലും അതാണ് സ്ഥിതി. ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ ഈ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. വേറൊരു കാര്യം പറയാം. ഒരു 2 മാസം മുമ്പ് ക്ലിമ്മിസ് തിരുമേനി ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തി. ഇന്നും ഇന്ത്യൻ സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ ശ്രമിച്ചിട്ടുള്ള ആളുകളാണ് കോൺഗ്രസ്സുകാർ. കോൺഗ്രസ്സിനൊരു വലിയ ദേശീയ പാരമ്പര്യമുണ്ട്. അവർ രാജ്യത്തെ, സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ ശ്രമിച്ച ആളുകളാണ്. എന്നാൽ ചില ആളുകൾ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെ കരുതിയിരിക്കണം. ഇതാണ് ക്ലിമ്മിസ് തിരുമേനി പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ അതിനർത്ഥം ക്ലിമ്മിസ് തിരുമേനി കാണുന്ന ഒരു കാര്യം, സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്തിക്കൊണ്ടുപോയൊരു കോൺഗ്രസ്, ഗാന്ധിയുടെ പാരമ്പര്യമുള്ളൊരു കോൺഗ്രസ്. സോണിയാഗാന്ധിക്ക് ഗാന്ധിയുടെ പാരമ്പര്യമുള്ള കോൺഗ്രസ്സാണ്. സോണിയാഗാന്ധി തന്നെയല്ലല്ലോ, ആനയായിരുന്നു. അപ്പോൾ പക്ഷേ തിരുമേനിക്ക് അതല്ല പ്രശ്നം. തിരുമേനിയുടെ അജണ്ട വേറെയാണ്. അപ്പോൾ അത് പറഞ്ഞു. അപ്പോൾ വിഘടിപ്പിച്ച് നിർത്താൻ ചിലർ ശ്രമിക്കുന്നുണ്ട്. ആരാ വിഘടിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്നു?
വളരെ പകല് പോലെ വ്യക്തമല്ലേ? അരിയാഹാരം കഴിക്കുന്ന ഏതൊരുത്തരും മനസ്സിലാവും ഇത് ബി ജെ പിക്ക് കോൺഗ്രസിന് അനുകൂലം മറിച്ച് കോൺഗ്രസ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. സമൂഹത്തെ ഒന്നിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ശക്തികളും വിഘടിപ്പിച്ച് നിർത്താൻ ശ്രമിക്കുന്ന ശക്തികളും നല്ല പറഞ്ഞത്, കോൺഗ്രസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? ആലോചിച്ച് നോക്കി, അതിനൊരു കുഴപ്പമില്ല. ക്ലിമ്മീസ് തിരുമേനി കോൺഗ്രസ്സുകാരെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞത് ഒരു കുഴപ്പമില്ല. ഇനി തറയിൽ പിതാവ് അദ്ദേഹം പറഞ്ഞെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കേരള കോൺഗ്രസ് ആയിരിക്കണമെന്ന് തമ്മിൽ തല്ലി നിൽക്കരുത്, ഒന്നിച്ച് നിൽക്കണം. എന്തിനാണ് കേരള കോൺഗ്രസ് ഒന്നിക്കുന്നത്? ആർക്ക് വേണ്ടിയാണ് ഒന്നിക്കുന്നത്? കേരള കോൺഗ്രസ് തമ്മിൽ തല്ലുന്നതിന് തറയിൽ പിതാവിൻ്റെ തലവേദന എന്താണ്? അപ്പോൾ കേരള കോൺഗ്രസ് തറയിൽ പിതാവ് സ്പോൺസർ ചെയ്യുന്നത് അധികാരത്തിൽ അദ്ദേഹത്തിൻ്റെ നോമിനികളെ എത്തിക്കാനല്ലേ? അതാണോ സെക്യുലർ സംസ്ഥാനത്ത് പറയേണ്ടത്? അപ്പോൾ സഭ മേലധ്യക്ഷന്മാർക്ക് കേരള കോൺഗ്രസിനെ വേണ്ടത് അധികാരത്തിൽ അവർക്ക് പങ്ക് കിട്ടണം അല്ലേ? അതെ. അത് സുകുമാരൻ നായരോ അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനോ പറയുമ്പം അത് കുഴപ്പവും ഇതങ്ങ് മഹനീയവുമാകുന്ന എങ്ങനെയാണ്? തിരുമേനിമാരുടെ ഒന്ന് വർഗീയവും ഒന്ന് മതേതരത്വം. അതെങ്ങനെയാണ് ആകുന്നത്? അത് ചിന്തിച്ചപ്പോൾ അങ്ങനെയുണ്ട്. തിരുവനന്തപുരത്തെ വിജയം BJPയുടെ വിജയം വർഗീയവും, മലപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ വിജയം മതേതരത്വവും ആണ് എന്നൊരു നരേറ്റീവ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുന്നുണ്ട്. ഈ സോഷ്യൽ മീഡിയ തന്നെയാണ് BJPക്ക് ഏറ്റവും വലിയ കരുത്ത് കൊടുത്തിരിക്കുന്നത്. BJP അല്ല ചെയ്തിരിക്കുന്നത്. ഈ വിജയത്തിൻ്റെ പിന്നിൽ ഈ അവരാരും അറിയാത്ത സോഷ്യൽ മീഡിയയാണ്. അവരുടെ ജനങ്ങൾക്ക് ആശയം കൊടുക്കുന്ന സോഷ്യൽ മീഡിയ അല്ല BJP. ഞാൻ പല BJP നേതാക്കന്മാരുടെയും പ്രസംഗം കേട്ടിട്ടുണ്ട്. ഒരർത്ഥമില്ല. നരേന്ദ്രമോദി കഴിഞ്ഞ 10 കൊല്ലം ചെയ്തതുപോലും പറയാൻ അവർക്കറിയത്തില്ല. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാൻ ചോദിക്കുന്നുള്ള അവർക്കറിയത്തില്ല. ജനങ്ങളെ കൺവിൻസ് ചെയ്യാൻ അറിയത്തില്ല. ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. കോർണർ മീറ്റിങ്ങുകൾക്ക് വലിയ സ്വാധീനമുണ്ട്. ഞാൻ എത്രയോ നൂറുകണക്കിന് കോർണർ മീറ്റിങ്ങുകളിൽ CPM-ന് വേണ്ടി സംസാരിച്ചുള്ള ഒരാളാണ്. ആളുകളെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും, ഇന്നും പറ്റും, നാളെയും പറ്റും. പക്ഷേ അതിന് പറ്റുന്നവനെ ഇറക്കണം. പണി അറിയാവുന്നതിനെ ഇറക്കി അത് പറ്റും. അതിനുള്ള ഈ ഒരു കേഡർ സിസ്റ്റത്തിലേക്ക് കൊണ്ടുപോകാൻ ഇതുവരെ BJP കഴിഞ്ഞാൽ അത് BJPയുടെ ഒരു വീക്ക്നെസ്സാണ്. ഇനിയിപ്പം ആരെയും ചോദിച്ച കാര്യം പറയാം. മലപ്പുറത്ത് 33 സീറ്റും പിന്നെ ലീഗിന് കിട്ടി. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് വോട്ടിംഗ് മെഷീൻ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലേ? നമ്മുടെ ലിസ്റ്റിനും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്നാൽ ഈ പിന്നെ ബീഹാറിലെ 243 സ്ഥലത്തേക്കാണ് മത്സരം നടന്നത്. അതിൽ 202 സ്ഥലത്തിൽ NDA ജയിച്ചു. വോട്ടിംഗ് മെഷീൻ കുഴഞ്ഞു, വോട്ടേഴ്സ് ലിസ്റ്റ് കുഴഞ്ഞു, വോട്ടർ പട്ടിക കുഴഞ്ഞു. പിന്നെ എന്തിനാണ് നമ്മുടെ മതവർഗീയവാദികൾ അഴിഞ്ഞാടി. 202 സീറ്റേ കിട്ടിയുള്ളൂ. 33 സീറ്റ് കിട്ടിയപ്പോഴും മലപ്പുറത്ത് മുസ്ലിങ്ങൾ മാത്രമല്ലല്ലോ ഉള്ളത്, ഹിന്ദുക്കളുണ്ട്. എന്താ സംഭവിച്ചത്? ഹിന്ദുക്കളും ലീഗിന് വോട്ട് ചെയ്തെന്തേ? ഹിന്ദുക്കളും ലീഗിന് വോട്ട് ചെയ്തു. അതുകൊണ്ട് ഹിന്ദുക്കളെ മുഴുവൻ ലീഗിനെ ഒന്നും വെറുക്കുന്നൊന്നുമില്ല. ലീഗിൻ്റെ ചില നിലപാടുകളോട് യോജിപ്പുള്ള ധാരാളം ഹിന്ദുക്കളുണ്ട് അവിടെ. അവരോട്ട് ചെയ്യാതെ അങ്ങനെ എങ്ങനെ ജയിക്കുന്നത്? ഇത്രയും 33 ജയിക്കാനും. ഇതിൻ്റെ പ്രോബ്ലം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലരെടുക്കുന്ന കടുത്ത വർഗീയ നിലപാടുകൾ അത് സ്വർഗീയമായിട്ട് കാണുകയും ഇപ്പുറത്ത് മറ്റു ചിലരെ അത് അങ്ങ് പിന്നെ പരിയാമ്പറത്തിരുത്തി വിചാരണ ചെയ്ത് അങ്ങ് റെഡിയാക്കി കളയാമെന്നുള്ള ചിലരുടെ ഹുങ്ക്, ആ ഹുങ്കിനെതിരെ ജനം വിധി എഴുതും. അപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ജനങ്ങളോട് സംസാരിക്കാൻ നമുക്കൊരു മീഡിയ ഉണ്ട് ഇല്ലേ? വോട്ട് ചെയ്യാൻ പോകുന്ന പിന്നെ കോടിക്കണക്കിന് ആളുകൾക്ക് മീഡിയ ഇല്ലല്ലോ. ഇല്ല. അവരാലോചിച്ചല്ലേ വോട്ട് ചെയ്യുന്നത്. അതെ. അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കാൻ വാസ്തവം എന്താണ്, സത്യം എന്താണ് ഈ സമൂഹത്തിൽ കാണുന്നത് എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ പറയുന്നത്. എങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? ഏഷ്യാനെറ്റിനെ ആരെങ്കിലും ഗൗരവമായിട്ട് എടുക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് ഏഷ്യാനെറ്റിനെ ആരെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ പലരും തമാശയായിട്ടോ അല്ലെങ്കിൽ പരിഹാസ്യമായിട്ടോ ഏഷ്യാനെറ്റ് എന്ന് പറയും. ഇല്ല. ആലോചിച്ച് പിന്നെ ഏഷ്യാനെറ്റിലെ ചില അവതാരകർ എത്ര അരോചകമായിട്ടാണ് പറയുന്നത്. പണ്ടൊരു ഇപ്പോഴും ഉണ്ട് പ്രശാന്ത് രഘുവംശം. അദ്ദേഹം പിന്നെ 2014 തെരഞ്ഞെടുപ്പിന് പോയി കംപ്ലീറ്റ് ഡിക്ലെയർ ചെയ്തു, മുഴുവൻ കോൺഗ്രസ് പിടിക്കാന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ബാക്കിയൊക്കെ CPM പിടിക്കും. നമ്മുടെ സീതാറാം യെച്ചൂരി എവിടെയെങ്കിലും വരുമ്പോൾ ഈ മനുഷ്യനെ ഈ മൈക്കും കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ എടുക്കുമായിരുന്നു. അതാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേതാവായിട്ട് അദ്ദേഹം കണ്ടത് യെച്ചൂരിയാണ്. പോയിക്കോട്ടെ, 2-3 സീറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഇദ്ദേഹം നടത്തുന്ന ഈ വിശകലനം, ഇന്ത്യ മഹായുദ്ധം എന്നൊക്കെ പറഞ്ഞ് വിശകലനം കേൾക്കുമ്പോൾ ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കും. ജനങ്ങൾ മനസ്സിലാക്കുന്നതെന്നറിയാം, ഈ വിഡ്ഢിക്കൂഷ്മാണ്ണം പറയുന്ന അല്ല സത്യം, വേറെ സത്യമാണ് ജനങ്ങളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇത്തരം ആളുകളുടെ ചിന്താഗതിയാണ്. അയാൾക്ക് അത്രയ്ക്കുള്ള വെയിറ്റല്ലേ ഉള്ളൂ. ഈ ചാനൽ അവതാരകന്മാരും പറയുന്നതിന് ജനങ്ങൾ പ്രതികരിക്കുന്ന എങ്ങനെയാണെന്ന് അവർക്കറിയില്ലല്ലോ. നമ്മൾ പറയുന്നതിനെതിരെ ജനം പ്രതികരിക്കുന്ന താഴെ കമൻ്റായിട്ട് വരും. അവിടെ കമൻ്റായിട്ട് വരുന്നില്ലല്ലോ. അതെ. അപ്പം നമുക്ക് അനുകൂലമായും പ്രതികൂലമായും വരുന്ന കമൻറ്റുകൾ ഇതിനുള്ള ജനങ്ങളുടെ ചിന്ത എന്താണെന്ന് തെളിയിക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചതുപോലെ ഈ വർഗീയത ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ആ വിഷയം എടുക്കുമ്പോൾ വർഗീയതയായിട്ട് തന്നെ കാണണം. ചിലരുടെ വർഗീയത
മതനിരപേക്ഷതയുടെ ഭാഗമായും ചിലരുടെ വർഗീയത കടുത്ത വർഗീയ വിഷമായും കരുതുമ്പോൾ അത് കേരള സമൂഹത്തിലുണ്ടാകുന്ന ചലനങ്ങളെക്കുറിച്ചാണ് കാണേണ്ടത്. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതുകൂടെ പറഞ്ഞാൽ നിർത്താം, ഈ ഗതികേടിൽ എത്തിച്ച ഒറ്റ മനുഷ്യനാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തമായിരുന്നു ഭൂരിപക്ഷ വർഗീയതയേക്കാൾ അപകടം കുറഞ്ഞതാണ് ന്യൂനപക്ഷ വർഗീയത. EMS മരിച്ചപ്പോഴെന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ അദ്ദേഹം വർഗീയവാദികൾ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഹോം മിനിസ്റ്റർ LK അദ്വാനി പ്രത്യേക വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി വന്ന് ശാന്തി കവാടത്തിൽ അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അപ്പോൾ അന്തരിച്ചു പോയ നമ്പൂതിരിപ്പാട് സ്വർഗത്തിലേക്ക് പോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നല്ല മനുഷ്യനായിരുന്നു, അഴിമതിയൊന്നുമില്ലായിരുന്നു. മരിക്കുമ്പോൾ 6 അടി സ്ഥലം പോലും സ്വന്തമായിട്ടില്ലായിരുന്നു. ഇപ്പോഴത്തെ ഏതെങ്കിലും ഒരു നേതാവിനെ കുറിച്ച് പഞ്ചായത്ത് മെമ്പറെ കുറിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അദ്വാനിയുടെ ആദരവ് ഏറ്റുവാങ്ങിയാണ് EMSൻ്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോയത്. അപ്പം ജനത്തിന് മനസ്സിലായി ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ അപകടകാരിയാണ് എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് അറിയാതെയാണ് നമ്പൂതിരിപ്പാട് അന്തരിച്ചു പോയത്. ഇതാണ് പറഞ്ഞത്. ഇത് ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പാർട്ടിക്കാരെല്ലാം ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കണം. മതമേലധ്യക്ഷൻ്റെ പുറകെ പോകാതെ, ഈ പെരുന്നേലും കണിച്ചുകുളങ്ങരയും പോയി അവിടെ പോയി കറങ്ങി നടക്കാതെ ജനങ്ങളിടയിലേക്ക് ഇറങ്ങ്, വികസന പ്രവർത്തനം നടത്ത്, നന്നായിട്ട് ഭരിക്ക്, ജനം വോട്ട് ചെയ്യും. ഇത്രയുള്ള എൻ്റെ കാര്യം. മതം തൂക്കി നോക്കുമ്പോൾ കൈവറയ്ക്കാതിരിക്കട്ടെ രാഷ്ട്രീയ പാർട്ടികൾക്ക്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.